UAE അബുദാബിയിൽ നടന്ന ആക്സിഡൻറ്റ് ഒരു കുടുംബത്തിലെ 4 കുട്ടികളാണ് വിട പറഞ്ഞു പോയത്. നമ്മുടെയൊക്കെ മനസ്സിൽ നൊമ്പരം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ വേദന നമ്മൾ സങ്കല്പിക്കുന്നതിലും അപ്പുറമാണ്. നമ്മുടെ ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങൾക്കും നമ്മൾ നന്ദി കാണിക്കാതെ നമ്മളിങ്ങനെ കംഫേർട്ട് സോണിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല നഷ്ടങ്ങൾ ചിലപ്പോൾ വരാം. അത് ചിലപ്പോൾ സാമ്പത്തികമായാലും ശാരീരികമായാലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപിരിയൽ കൂടിയാകാം. അങ്ങനെ പല നഷ്ടങ്ങളിലൂടെ നമ്മൾ ജീവിതത്തിൽ കടന്നു പോകും. നമ്മൾ മനസ്സിനെപ്പോഴും പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ അതേപോലെ ദുഃഖവും ഉണ്ടാവും. നമ്മളിപ്പോൾ പോകുന്ന പ്രയാസം ഉണ്ടാവും, ചിലപ്പോൾ ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ടാവും. ചിലപ്പോൾ നാളെ എന്തായിരിക്കും എന്നുള്ള അവസ്ഥ പോലും നമുക്ക് അറിയണ്ടാവില്ല. ഇതിലും വലിയൊരു പ്രയാസത്തിലേക്കായിരിക്കും നമ്മൾ പോകുക. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മളെപ്പം ആ ഒരു രീതിയിൽ കാണും, മനസ്സിനെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വരുന്നൊരു അതിഥി മാത്രമാണ് മരണം. മരണത്തിന് നിശ്ചിത ഒരു സമയമോ കാലമോ ഒന്നുമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങൾക്കിടയിലായിരിക്കും മരണം കടന്നു വരാം. ചിലപ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവരുടെ മരണമായിരിക്കും. ഈ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് പ്രിപ്പയർഡ് അല്ലെങ്കിൽ ആദ്യമേ ഇങ്ങനെ ഒരു സംഭവം വരുമെന്ന് നമുക്കറിയില്ല. എന്നാലും നമ്മുടെ ജീവിതത്തിന് ആ ഒരു രീതിയിൽ നമ്മൾ കാണും. എത്ര വലിയ സന്തോഷത്തിലായാലും എനിക്ക് ചിലപ്പോൾ നാളെ ദുഃഖം വരാം എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിതത്തിനെ കാണും. സന്തോഷം വരുമ്പോൾ മതിമറന്ന് സന്തോഷിക്കാതെ, ദുഃഖം വരുമ്പോൾ തളരാതെ നമ്മൾ ജീവിതത്തെ നേരിടും. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ.